റിസൾട്ട് വന്നിട്ട് സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, ചോദിക്കും. സാറേ, റിസൾട്ടിന്റെ മാർക്ക് നമുക്ക് ഇനി എങ്ങനെ കൂട്ടാൻ പറ്റും പ്ലസ് വണ്ണിന്റെ? ഇപ്പൊ നീ പ്രതീക്ഷിച്ച മാർക്കൊന്നും കിട്ടിയില്ലല്ലേ? ഇല്ല. ഓക്കെ. സത്യത്തിൽ ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പ്ലസ് വണ്ണിൽ നമ്മൾ ഒരു തവണ പരീക്ഷ എഴുതി, ആ പരീക്ഷയെ നമുക്ക് പ്രതീക്ഷ മാർക്ക് കിട്ടിയില്ല. അപ്പോൾ ഇനി മാർക്ക് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഇനി അടുത്ത ചോയ്സ്. അപ്പോൾ ആരെയും കുറ്റം പറയാനൊന്നും പറ്റില്ലല്ലേ. നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടോ അതിനുള്ള മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തു, ചിലപ്പോൾ നമ്മൾ അത്രയും വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമുക്കൊരു ചാൻസും കൂടി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇമ്പ്രൂവ്മെൻ്റ് എന്നുള്ളൊരു സാധ്യതയുണ്ട്, റീവാലുവേഷനുണ്ട്. ഇപ്പോൾ രണ്ട് രീതിയിലാണ് നമുക്കിനി മാർക്ക് കൂട്ടാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ റീവാലുവേഷൻ ചെയ്യാം. അപ്പോൾ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനേ പറയുള്ളൂ. ഇപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ സബ്ജക്റ്റ് മാർക്ക് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് കൂടാനുള്ള സാധ്യത ഇമ്പ്രൂവ്മെൻറ്റ് വഴിയാണ് റീവാലുവേഷനെക്കാളും. അപ്പോൾ ഒന്നിലധികം സബ്ജക്റ്റുകൾ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷേ മാർക്കില്ല, അങ്ങനെ നമുക്ക് ഒരു തോന്നലുണ്ടെങ്കിൽ മാത്രം നമുക്ക് റീവാലുവേഷൻ കൊടുക്കാം. ബാക്കി നീ പഠിച്ചതിൽ കുറച്ച് ബാക്കിലോട്ടാണ് പഠിച്ചത്, പക്ഷേ ഞാൻ അർഹിച്ച മാർക്ക് ഞാൻ കാരണമാണ് കിട്ടാത്തത് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്താലും മതി. ഇമ്പ്രൂവ് ചെയ്താൽ മാർക്ക് കൂടും. റിസൾട്ട് നമ്മൾ ടി മാർക്ക് ഉണ്ട്, സി മാർക്ക് ഉണ്ട്, അത് എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്? അതായത് നമുക്ക് രണ്ട് രീതിയിലാണ് മാർക്ക് വരുന്നത്. ടോട്ടൽ നമുക്കിപ്പോൾ 80 മാർക്കിൻ്റെ പരീക്ഷയുണ്ട്, 100 മാർക്കിൻ്റെ പരീക്ഷയുണ്ട്. ഇപ്പോൾ 80 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ നമ്മൾ 60 മാർക്കിന് നമ്മൾ എഴുതി വാങ്ങിക്കും, 20 മാർക്ക് സി മാർക്ക് കിട്ടും. ആ 20 മാർക്ക് സി ആണ് അവിടെ സി ആയിട്ട് കാണുന്നത്. നമ്മൾ എഴുതിയ മാർക്കാണ് ടി ഇ ആയിട്ട് കാണുന്നത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ നമുക്ക് മാർക്ക് വരുന്നത്. ഇപ്പോൾ 100 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ 80-20, 80 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ 20-60, ഈ രീതിയിലായിരിക്കും മാർക്ക്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു മാർക്ക് നോക്കുമ്പോൾ ടി ഇ മാർക്ക് എത്ര ഉണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. കാര്യം ടി ഇ മാർക്ക് 18 മാർക്കാണെങ്കിൽ നമുക്ക് പാസ്സായി എന്നാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. പിന്നെ ടി ഇ മാർക്ക് 18 കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് മാർക്ക് കുറവാണ്, അതും കൂടെ ചേർന്ന് നമുക്ക് സെക്കൻഡ് ഇയർ വാങ്ങിച്ചാലേ പാസ്സാവും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ടി മാർക്കാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. ടി മാർക്ക് ഉണ്ടെങ്കിൽ, ടി 18 മാർക്കിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സി മാർക്കും കൂടെ ആഡ് ചെയ്തിട്ട് ജയിക്കാനും അതുപോലെ A+ ആവാനൊക്കെ സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് ടി മാർക്കാണ് നോക്കേണ്ടത്. ടി ആണ് എഴുതി വാങ്ങിച്ചത്, മറ്റേ സി മാർക്ക് ടീച്ചർ തരുന്ന മാർക്കാണ്. അപ്പോൾ നമ്മൾ 80 മാർക്കിലും 100 മാർക്കിലും പാസും ഫെയിലും നമ്മളങ്ങനെ അതാണ് നമ്മൾ പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ 60 മാർക്കിന് എഴുതുന്ന പരീക്ഷയാണെങ്കിൽ 18 മാർക്ക് നമ്മൾ എഴുതി വാങ്ങിക്കണം. എഴുതി 18 മാർക്ക് വാങ്ങിക്കണം. ഈ എഴുതി 18 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാസ്സായി. അല്ലെങ്കിൽ 18 മാർക്കിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ പാസ്സായില്ല എന്നാണ്. മറ്റേ 80 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ 100 മാർക്കിൻ്റെ ആണെങ്കിൽ 80 മാർക്ക് നമ്മൾ എഴുതി വാങ്ങിക്കണം. ആ 80-ൽ 24 മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പാസ്സായി എന്നാണ് അർത്ഥം. A+ എങ്ങനെ നോക്കണം? A+ നമ്മൾ 10ാം ക്ലാസ് അല്ലേ, അതാണ് സംശയം. 10ാം ക്ലാസ്സിൽ നമ്മളിപ്പോൾ റിസൾട്ട് വന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ A+, A അത് മാത്രമേ കണ്ടിട്ടുള്ളൂ, മാർക്കായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്തും A+ ഒക്കെ പറയുന്നത് നമുക്ക് രണ്ടാമത്തെ വർഷത്തെ മാർക്കും കൂടെ ചേർത്തിട്ടാണ് ഫൈനൽ മാർക്ക് ലിസ്റ്റിനകത്ത് A+ എന്നുള്ള കണക്ക്, A+, A, B+, B ഇതൊക്കെ വരുന്നത്. +1 ആക്ച്വലി അങ്ങനെ ഒരു കണക്കില്ല. നമുക്ക് A+, A ഒക്കെ നമുക്ക് എന്തായാലും സെക്കൻഡ് ഇയറിൽ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണല്ലോ A+, A ആണെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളായിട്ട് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, 80 മാർക്കിൻ്റെ പരീക്ഷ 60-ന് നമ്മൾ എഴുതുമ്പോൾ 50 എബോ ഉണ്ടെങ്കിൽ നമുക്ക് A+ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ഉറപ്പൊന്നുമില്ല. സെക്കൻഡ് ഇയറിലും കൂടെ മാർക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് A+ലോട്ട് വരാൻ പറ്റൂ. അപ്പോൾ കണക്ക് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, 60-ൽ 50 മാർക്കിന് എബോ ഉണ്ടെങ്കിൽ അത് A+ ആണെന്ന് ടി മാർക്ക് വെച്ച് പറയാൻ പറ്റും. അത് നല്ലൊരു ചോദ്യമാണ്. ഡബിൾ പാസ് ഇപ്പൊ നിനക്കറിയാം, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടെ ചേർത്ത് 520, 680 കൂടെ ചേർത്തിട്ടാണ് 1200 ടോട്ടൽ മാർക്ക് വരുന്നത്. ആ ടോട്ടൽ മാർക്കിൽ ഡബിൾ പാസ് എന്ന് ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും കൂടെ ചേർത്ത് ഫസ്റ്റ് ഇയർ പാസ്സായോ എന്നുള്ളതാണ്. 2 വർഷം കൂടെ ചേർത്ത് എത്ര മാർക്ക് കിട്ടുന്നതാണ് എൻ്റെ പാസ് മാർക്ക്. ഞാനിപ്പോൾ ഫസ്റ്റ് ഇയറിൽ മാർക്ക് എനിക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞോളൂ, അല്ലെങ്കിൽ മാർക്ക് കുറവാണ്, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഇയറിൽ ആ കുറഞ്ഞ മാർക്ക് കൂടെ ചേർത്ത് സെക്കൻഡ് ഇയറിൽ 18 പ്ലസ് ആ ഫസ്റ്റ് ഇയറിലെ ബാലൻസ് മാർക്ക് കൂടെ വാങ്ങിച്ചു കഴിഞ്ഞ് ഞാൻ പാസ്സാവും. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് എനിക്ക് ഫസ്റ്റ് ഇയറിലേക്ക് കിട്ടുകയാണെങ്കിൽ സെക്കൻഡ് ഇയറോടെ ചേർത്ത് ഞാൻ പാസ്സായെന്നാണ് ഒരു കണക്ക്. ഇതാണ് ഈ ഡബിൾ പാസ് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ നമ്മൾ 80 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ 60 മാർക്കിൽ നമ്മൾ എഴുതിയത് 36 മാർക്ക് എബോ ആണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ഡബിൾ പാസ് ആണ്. അപ്പോൾ സെക്കൻഡ് ഇയറിലെ 18ഉം ഇപ്പോഴത്തെ 18 കൂടെ ചേർത്ത് 18 36 മാർക്ക് ഡബിൾ പാസ്. അങ്ങനെയാണ് ഡബിൾ പാസിൻ്റെ ഒരു കണക്ക്. നമ്മുടെ ഇമ്പ്രൂവ്മെന്റിന്റെ ഡേറ്റ് സാധാരണ എനിക്ക് തോന്നുന്നത് ഓണം കഴിഞ്ഞിട്ടൊക്കെ തന്നെയാണ്. ഓണം കഴിഞ്ഞിട്ട് ഒരു സെപ്റ്റംബർ പകുതിയോടെയോ അല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റ് വീക്കോ ആയിരിക്കാം ഇമ്പ്രൂവ്മെന്റ്. സാധാരണ ഒക്ടോബറിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാം. എന്തായാലും അത്യാവശ്യം സമയം കിട്ടും. ഈ 2 മാസം കൊണ്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റും. അതായത് ഇമ്പ്രൂവ്മെന്റ് നമുക്ക് 3 സബ്ജക്റ്റാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ 3 സബ്ജക്റ്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മുടെ മാർക്ക് ലിസ്റ്റ് ആദ്യം നോക്കിയിട്ട് എത്ര മാർക്ക് വരെ നമുക്ക് ഇനി A+ വാങ്ങണം, അല്ലെങ്കിൽ എത്ര മാർക്ക് കൂടെ ഇനി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കിയിട്ട് കുറഞ്ഞ മാർക്ക്, ഏറ്റവും കുറഞ്ഞ മാർക്ക് ഏതാണോ നോക്കിയിട്ട് അതിൽ 3 സെലക്ട് ചെയ്തിട്ട് ഇമ്പ്രൂവ്മെന്റ് കൊടുക്കുക. അപ്പോൾ ഇമ്പ്രൂവ്മെന്റ് ചെയ്തിന് മാർക്ക് കുറഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെയൊന്നുമില്ല, ബെറ്റർ 2 ആണ്. നമ്മൾ ഏതിലാണോ കൂടുതൽ മാർക്കുള്ളത് ആ മാർക്ക് മാത്രമേ എടുക്കുകയുള്ളൂ, കുറഞ്ഞ മാർക്ക് എടുക്കാറില്ല. നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് ക്ലാസ് നാളെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓൺലൈൻ ക്ലാസ് നമ്മളൊരു
25-ാം തീയതി മുതൽ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ഓഫ്ലൈൻ ക്ലാസ്സുകൾ നാളെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും വൈകുന്നേരം. പിന്നെ ഈ ചില ആൾക്കാരൊക്കെ പറയും ഇമ്പ്രൂവ്മെന്റ് ഇനി ചെയ്ത +2 പഠിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊന്നുമില്ല. ഇതൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് ഇങ്ങനെയാണ്. നമ്മൾ ഫസ്റ്റ് ഇയർ പരീക്ഷ എഴുതി മാർക്ക് കുറഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഇയറിൽ മാർക്ക് കൂട്ടാം എന്ന് നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഇനി പഠിച്ച് തീരോ അല്ലെങ്കിൽ നമ്മളെ സെക്കൻഡ് ഇയർ പഠനത്തെ അത് ബാധിക്കോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതൊരു മണ്ടത്തരാവുന്നേ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നാറുള്ളത്. പക്ഷെ നമുക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റും. പല ഇങ്ങനെ പേടിച്ചിരുന്ന കുട്ടികളൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. മിനിമം ഒരു 50-60 മാർക്ക് വരെയൊക്കെ, മാക്സിമം ഒരു 50-60 മാർക്ക് വരെയൊക്കെ കുട്ടികൾ സ്കോർ ചെയ്ത് ഇമ്പ്രൂവ്മെന്റിന് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രോസസ്സാണ്. ഈ നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇമ്പ്രൂവ്മെന്റ് ചെയ്താലേ പറ്റൂ. ഇമ്പ്രൂവ്മെന്റ് ഏതൊക്കെ എടുക്കണം എന്നുള്ളത് ഒന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യേണ്ടതെന്ന്. എന്തായാലും വളരെ ചിന്തിച്ച് എടുക്കുക. ചിന്തിച്ച് നമുക്ക് ഏതൊക്കെ മാർക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഇയറിൽ A+ കിട്ടും എന്നതിനെപ്പറ്റി ചിന്തിക്കുക. ഉറപ്പായിട്ട് മാർക്ക് കിട്ടും. അതുകൊണ്ട് ഇമ്പ്രൂവ്മെന്റ് നമ്മളെ സെക്കൻഡ് ഇയറും കൂടെ ചേർത്ത് ഡെയിലി ഒരു 1.5 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക. ഡെയിലി ഇനിയുള്ള സമയത്ത് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഇപ്പോൾ മാറ്റി വയ്ക്കുക. പരീക്ഷ എടുക്കുമ്പോൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു കുറച്ചും കൂടെ സമയം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. ഉറപ്പായിട്ട് മാർക്ക് കൂടും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാം, അങ്ങനെ ആർക്കും ഇമ്പ്രൂവ് ചെയ്ത് മാർക്ക് ഇതുവരെയും കുറഞ്ഞിട്ടില്ല. നമ്മൾ അത്രയും വീക്കായിട്ട് നമ്മൾ അതിനെ അറ്റംപ്റ്റ് ചെയ്തില്ലെങ്കിൽ മാത്രമേ മാർക്ക് കുറഞ്ഞ് കണ്ടിട്ടുള്ളൂ. പക്ഷെ അല്ലാത്ത എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇമ്പ്രൂവ്മെന്റ് ചെയ്യുക എന്നാണ്. നിങ്ങൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുക, ഉറപ്പായിട്ട് മാർക്ക് കൂടും. തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് ഇമ്പ്രൂവ്മെന്റ് കൂടും, ഉറപ്പായിട്ട്. നല്ലൊരു മെന്റർഷിപ്പ് ഉണ്ടായാൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൊണ്ടുവരാം, ഉറപ്പായിട്ട് നമുക്കത് ക്ലിയർ ചെയ്ത് പോവാം. നല്ലൊരു മെന്റർഷിപ്പ് കിട്ടുക. ഇപ്പം നമുക്ക് തോന്നുന്നില്ലേ ഈ സെക്കൻഡ് ഇയർ ഈ പഠിക്കുന്ന പഠിത്തം ചിലപ്പോൾ ആദ്യമേ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് +1 നല്ല മാർക്ക് കിട്ടുമായിരുന്നു എന്നൊക്കെ തോന്നാറില്ലേ? ഇതിന്റെ ഭാഗമാണ്. കുറച്ചും കൂടെയൊക്കെ നമ്മൾ വളർന്നല്ലോ. നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞതിൻ്റെ ഒരു ഇതല്ലല്ലോ. നമ്മൾ ഒരു തവണ പരീക്ഷ എഴുതി കഴിഞ്ഞല്ലോ. അതിൻ്റെ ഒരു ചൂട് നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എഴുതി കഴിഞ്ഞാൽ മാർക്ക് കൂടും. അതുകൊണ്ട് അതിന് ടെൻഷനൊന്നും അടിക്കേണ്ട. എന്തായാലും ഇമ്പ്രൂവ് ചെയ്താൽ മാർക്ക് കൂടും. ഇപ്പോൾ മാർക്ക് കുറവാണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി പഠിക്കുക. ഇനി ഇതും കണ്ടിട്ട് മാർക്ക് കുറഞ്ഞു ഇനി ഇതിരിക്കട്ടെ എന്ന് വിചാരിച്ചല്ല. നമ്മൾ ആ ഒരു ഫയറോട് കൂടി തന്നെ ഇനി പഠിക്കുക. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു.